200 മുതൽ 250 കിലോമീറ്റർ വേഗതയിൽ വലിയ കൊടുങ്കാറ്റുകൾ അടിക്കുകയും തെങ്ങുകൾ പോലെയുള്ള ബലമേറിയ മരങ്ങൾ അടിച്ച് പാറിപ്പറന്ന് നടക്കുന്ന ഒരു കാഴ്ച എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ കണ്ടു. അരമണിക്കൂറോളം മെലിസ കൊടുങ്കാറ്റിന്റെ ഭീതിയിൽ മണിക്കൂറിൽ 290 കിലോമീറ്റർ വേഗത്തിൽ മെലിസ കൊടുങ്കാറ്റ് മണിക്കൂറുകൾക്കുള്ളിൽ ജമൈക്കയിൽ ലോകം കണ്ട ഏറ്റവും വലിയ ചുഴലിക്കാറ്റുകളിൽ ഒന്നായ മെലീസ കരീബിയൻ ദ്വീപ് രാജ്യമായ ജമൈക്കയിൽ കരതൊട്ടിരിക്കുന്നു. ജമൈക്കയിൽ 7 മരണം ചുഴലിക്കാറ്റിൽ ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മെലിസ ചുഴലിക്കാറ്റ് കൂടുതൽ ശക്തി പ്രാപിക്കുന്നു. ഉയർന്ന നിലയിലുള്ള കാറ്റഗറി 5-ലാണ് മെലിസ ഇപ്പോഴുള്ളത്. മണിക്കൂറിൽ ഏകദേശം 282 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശുന്നത്. ഇവിടുത്തെ ഹിസ്റ്ററിയിൽ പറഞ്ഞ പോലെ ജമൈക്കയുടെ ഹിസ്റ്ററിയിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഹരിക്കെയിനാണ് മെലീസ കൊടുങ്കാറ്റ്. ഈ വർഷത്തെ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റാണെന്നാണ് അമേരിക്ക ആസ്ഥാനമായുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നാഷണൽ ഹരിക്കെയിൻ സെന്റർ വ്യക്തമാക്കിയിട്ടുള്ളത്. കൊടുങ്കാറ്റ് ജമൈക്കയിൽ കനത്ത നാശം വിതച്ച മെലിസ ചുഴലിക്കൊടുങ്കാറ്റ് തെക്ക് പടിഞ്ഞാറൻ ജമൈക്കയിൽ വീടുകൾക്കും ആശുപത്രികൾക്കും സ്കൂളുകൾക്കും വലിയ നാശനഷ്ടമുണ്ടായി. മെലിസ കരീബിയൻ രാഷ്ട്രം ഈ നൂറ്റാണ്ടിൽ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു മെലിസ ചുഴലിക്കൊടുങ്കാറ്റ്. തെക്ക് പടിഞ്ഞാറൻ ജമൈക്കയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ താറുമാറായെന്നാണ് റിപ്പോർട്ട്. ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും വൈദ്യുതി ലൈനുകളും തകർന്നു. മണിക്കൂറിൽ 297 കിലോമീറ്റർ വേഗത്തിൽ കൊടുങ്കാറ്റായി തീരത്ത് ആദ്യം വീശിയടിച്ച മെലിസ പിന്നീട് മണിക്കൂറിൽ 230 കിലോമീറ്റർ വേഗതയുള്ള കൊടുങ്കാറ്റായി ചുരുങ്ങി.